അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓരോ പഴത്തിനും അതിൻ്റേതായ വ്യാഖ്യാനങ്ങളുണ്ട് അല്ലേ? പേരക്കൊരു വ്യാഖ്യാനമുണ്ട്, പിന്നെയോ മാങ്ങക്കൊരു വ്യാഖ്യാനമുണ്ട്. അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ആണെങ്കിലും പിന്നെ ജീവികളാണെങ്കിലും അതിനൊക്കെ ഓരോരോ വ്യാഖ്യാനങ്ങൾ, എല്ലാ വിഷയത്തിലും ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ എന്നവരെ പോലെ ഒരാൾ നമ്മളോട് ഇതിൻ്റെ വ്യാഖ്യാനം എന്താണ്, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പെട്ടെന്ന് പറയാൻ കിട്ടൂല. കിതാബുപരമായ മസാലപരമായ വിഷയങ്ങളാണെങ്കിൽ നമുക്കതിന് പെട്ടെന്ന് മറുപടി പറയാൻ വേണ്ടി കഴിയും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വപ്ന വ്യാഖ്യാനം എങ്ങനെയാണെങ്കിൽ മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ എന്നവരോട് ആരെങ്കിലും എന്തെങ്കിലും സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചോദിച്ചാൽ അപ്പം ഉടനടി ഇതിന് മറുപടി കൊടുക്കും. പക്ഷെ അങ്ങനെ അറിയുന്ന ആൾ ഒരു ആലിമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്താവില്ല, അതിന് മറുപടി കൊടുക്കാൻ കഴിയില്ല ഈ വിഷയത്തിൽ. കാരണം ഇത് സ്വപ്ന വ്യാഖ്യാനമാണ്. പല റൂട്ടും ഇതിനുണ്ട്, പല ശാഖാപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ ഒരാളൊരു സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചാൽ അത് ഇരുന്ന് കിതാബുകൾ, മണിക്കൂറുകളോളം കിതാബുകൾ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് വേണം അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു പഴം, ആ പഴം ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും എന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സഫർജില്ലി എന്ന് പറയും, ചില നാടുകളിൽ സബർജില്ലി എന്നൊക്കെ പറയും. എൻ്റെ നാട്ടിലൊക്കെ സബർജില്ലി എന്നാണ് പറയാം. അത് സ്വപ്നം കണ്ടാൽ ഇതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? അത് നല്ലൊരു സംഭവമാണെങ്കിലും സബർജില്ലി എന്ന് പറയുമ്പോൾ നല്ലൊരു സാധനം, നല്ലൊരു പഴവർഗ്ഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താകും, സബർജില്ലി തിന്നിട്ടുണ്ടായിരുന്നു, അത് നഫ്സിനെ നന്നാക്കും, ശരീരത്തിന് ബലം തരും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൻ്റെ ഗുണങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഫർജില്ലി, അതായത് സബർജില്ലി നമ്മൾ നേരിട്ടത് ഭക്ഷിക്കുന്നതും അത് കഴിക്കുന്നതും അത് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണെങ്കിലും അത് സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നല്ല വ്യാഖ്യാനമൊന്നുമല്ല, മോശമായ ഒന്നാണ്. ഒരു കിതാബിൽ പറയുന്നു, ഒരാൾ സഫർജില്ലി ഉറക്കിൽ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം രോഗം എന്നാണ്. രോഗം, അവന് രോഗിയാകും എന്നല്ല, രോഗം എന്നാണ്. ഇനി കഴിക്കുന്നതായിട്ടാണ് ഒരാൾ സ്വപ്നം കാണുന്നതെങ്കിലോ അവന് രോഗിയാകും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ, കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.